പിങ്ക് ഫോർട്ടിൽ ഇന്ത്യയിലെ സ്വകാര്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മീറ്റിംഗ് നടക്കുകയായിരുന്നു. എല്ലാ കമ്പനികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മാർക്കറ്റിംഗ് മാനേജരോ ഏജൻസി മാനേജരോ ആയിരുന്നു ആ മീറ്റിൽ പങ്കെടുത്തിരുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഡെലിഗേറ്റുകളിൽ 10 മലയാളി ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കോവളത്തേക്ക് പോകുന്ന റോഡിലുള്ള വിസ്പറിംഗ് വേവ്സ് എന്ന റിസോർട്ടിലെ 2 കോട്ടേജുകളായിരുന്നു ഈ 10 പേർക്ക് താമസിക്കാൻ വേണ്ടി മീറ്റിലെ സംഘാടകർ ഏർപ്പാടാക്കിയിരുന്നത്. ഈ മീറ്റിൽ വെച്ചാണ് ഈ 10 പേരും ആദ്യമായി കാണുന്നതെങ്കിലും ഏകദേശം ഒരേ പ്രായപരിധി ആയതുകൊണ്ട് തന്നെ ഇവർ വേഗം സുഹൃത്തുക്കളായി. 3 ദിവസമായിരുന്നു മീറ്റിന്റെ കാലാവധി. മീറ്റിന്റെ അവസാന ദിവസം രാത്രിയിൽ ഈ 10 പേരും ചേർന്ന് കോവളം ബീച്ചിൽ ഒരു മദ്യസൽക്കാര പാർട്ടി അറേഞ്ച് ചെയ്യുകയാണ്. ആ പാർട്ടിയിൽ വെച്ച് വളരെ നാടകീയമായി ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അജിത്ത് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു. വിസ്പറിംഗ് വേവ്സിലെ താമസത്തിനും ഭക്ഷണത്തിനും പുറമെ ആവശ്യത്തിന് മദ്യം കഴിക്കാനുള്ള സൗകര്യവും ഈ 10 പേർക്ക് വേണ്ടി മീറ്റിലെ സംഘാടകർ ഏർപ്പാടാക്കിയിരുന്നു. മാത്രവുമല്ല ഇവർക്ക് സഞ്ചരിക്കാൻ 2 സ്കോർപിയോകളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വണ്ടിയുടെ ഡ്രൈവർ വിനായകൻ സംഘാംഗങ്ങളുടെ അതേ പ്രായക്കാരനായിരുന്നുവെങ്കിൽ കൊല്ലം രജിസ്ട്രേഷനുള്ള വണ്ടിയുടെ ഡ്രൈവർ ഉദയഭാനുവിന് 50-ന് മേൽ പ്രായമുണ്ടായിരുന്നു. സംഭവ ദിവസം രാത്രി ഏകദേശം 8 മണിയോട് കൂടിയാണ് അജിത്തും സംഘവും കോവളം ബീച്ചിലെത്തുന്നത്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ വളരെ കുറവായിരുന്നു. മാത്രവുമല്ല അവർ തിരഞ്ഞെടുത്തത് ആൾക്കാർ തീരെയില്ലാത്ത ബീച്ചിന്റെ താഴെ ഭാഗവുമായിരുന്നു. ആ 10 ചെറുപ്പക്കാർക്കൊപ്പം ഡ്രൈവർമാരായ വിനായകനും ഉദയഭാനുവും ആ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തു. രാത്രി ഏറെ വൈകിയും മദ്യപിച്ചും കടൽത്തിരകളിൽ കളിച്ചും അവർ സമയം കളഞ്ഞു. പിന്നീട് ഒരു നാട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് അജിത്തും മറ്റു 4 പേരും ഉദയഭാനുവിന്റെ വണ്ടിയിൽ ബീച്ചിന് കുറച്ച് അപ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവർ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ഡ്രൈവർ വിനായകൻ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു. ആ ഭാഗം ചെളി നിറഞ്ഞ സ്ഥലമാണെന്നും വലതുവശം ചേർന്ന് പോയില്ലെങ്കിൽ വണ്ടിയുടെ ടയർ ചെളിയിൽ പൂണ്ടുപോകുമെന്നും അവൻ പറഞ്ഞു. പക്ഷെ പിന്നീടാണ് മദ്യത്തിന്റെ ലഹരിയിലാണ് താനത് പറഞ്ഞതെന്നും ഇടതുവശം ചേർന്നാണ് വണ്ടി പോകേണ്ടതെന്നും ഉദയഭാനുവിനോട് തിരുത്തി. വണ്ടി കുറച്ച് മുന്നോട്ടെടുത്തു കഴിഞ്ഞപ്പോൾ മദ്യലഹരിയിലായിരുന്ന ഉദയഭാനു ചേട്ടന് വിനായകൻ ഇടതുവശം ചേർന്നാണോ വലതുവശം ചേർന്നാണോ വണ്ടി ഓടിക്കാൻ പറഞ്ഞത് എന്നുള്ളതിൽ കൺഫ്യൂഷനായി. അദ്ദേഹം ഇടതുവശം ചേർന്ന് ഓടിക്കാണ്ട് വലതുവശം ചേർന്ന് ഓടിക്കുകയും വണ്ടിയുടെ വലത്തെ ഭാഗത്തെ മുൻചക്രം ചെളിയിൽ പൂണ്ടുപോകുകയും ചെയ്തു. പിന്നീട് വിനായകനെയും സംഘത്തെയും വിളിച്ചു വരുത്തുകയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ വണ്ടി ഉയർത്തിയെടുക്കുകയും ചെയ്തു. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് വണ്ടി ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ മദ്യപിച്ച അവശനായ അജിത്ത് ഡോർ തുറന്ന് വണ്ടിക്കുള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതിൽ കൂട്ടത്തിലുണ്ടായിരുന്ന പോൾ സാമുവലിന് ദേഷ്യം പിടിക്കുകയും അവൻ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടെയുണ്ടായിരുന്ന രാജീവൻ എന്ന യുവാവും ഡ്രൈവർ വിനായകനും ചേർന്ന് അജിത്തിനെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശാരീരിക ക്ഷമത കുറവായതുകൊണ്ട് തന്നെ ആ ശ്രമം അവരവിടെ ഉപേക്ഷിക്കുകയാണ്. പിന്നീട് എപ്പോഴോ ബോധം വന്ന അജിത്ത് സ്വയം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ അപ്പോഴാണ് വണ്ടിക്കൊരു ഇളക്കം കണ്ടത്. എല്ലാവരും ചേർന്ന് വണ്ടി ഉയർത്തുന്നതിനിടയിൽ അജിത്ത് എങ്ങോട്ടാണ് പോയതെന്ന് ആരും ശ്രദ്ധിച്ചില്ല. വണ്ടി ഉയർത്തിക്കഴിഞ്ഞതിനു ശേഷം ഉദയഭാനു ചേട്ടൻ ഓട്ടിച്ചിരുന്ന അപകടത്തിൽപ്പെട്ട വണ്ടി എടുത്തത് വിനായകനാണ്. എല്ലാവരും വളരെ ക്ഷീണിച്ച് അവശരായാണ് വണ്ടിക്കുള്ളിൽ കയറിയത്. 2 വണ്ടികളിലും കയറിയവർ മറ്റേ വണ്ടിയിൽ അജിത്ത് ഉണ്ടാകുമെന്ന് കരുതി ആരും അന്വേഷിച്ചുമില്ല. റിസോർട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കൂടെ അജിത്ത് ഇല്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയത്. തിരിച്ചു ബീച്ചിലെത്തിയ അവർ കാണുന്നത് തങ്ങൾ അല്പം മുമ്പ് വരെ നിന്നിരുന്ന സ്ഥലത്ത് കിടക്കുന്ന അജിത്തിന്റെ ഡെഡ് ബോഡിയാണ്. ശ്വാസകോശത്തിൽ മണൽ തടഞ്ഞതുകൊണ്ടുണ്ടായ ശ്വാസതടസ്സം മൂലമാണ് അജിത്ത് മരണപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അതുകൂടാതെ അജിത്തിന്റെ കഴുത്തിൽ ആരോ കുരുക്കി വലിച്ചതുപോലെ ലോഹം ചുരുൾ കൊണ്ടുണ്ടായ ഒരു പാടുമുണ്ടായിരുന്നു. അജിത്തിന്റെ കഴുത്തിൽ 5 പവന്റെ ഒരു സ്വർണമാലയുണ്ടായിരുന്നു. ഒന്നുകിൽ ഈ മാലയോ അല്ലെങ്കിൽ ഇതിന് സമാനമായ മറ്റേതോ ലോഹവസ്തു കൊണ്ട് അജിത്തിന്റെ കഴുത്തിൽ ആരോ കുടുക്കി വലിച്ച് അവനെ കൊലപ്പെടുത്തിയതാകാം. ഇല്ലെങ്കിൽ കുടിച്ച അവശനായ അജിത്ത് മണലിലേക്ക് വീണപ്പോൾ ശ്വാസകോശത്തിൽ മണലടിച്ചു കയറുകയും ആ ബുദ്ധിമുട്ടിൽ അവൻ സ്വന്തം അവന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചതുകൊണ്ടുണ്ടായ പാടുമാകാമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഇതൊരു അപകട മരണമാകാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പറഞ്ഞത്. കാരണം അമിത മദ്യപാനം മൂലമുണ്ടായ അസ്വസ്ഥത മൂലമാകാം അജിത്ത് കാറിൽ നിന്നും ഇടയ്ക്ക് ഇറങ്ങി പോയിട്ടുണ്ടാകുക. അല്പം മാറി നിന്ന് ഛർദ്ദിക്കുകയോ മൂത്രമൊഴിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവശത കൊണ്ട് അവൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം. 5-10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ സുഹൃത്തുക്കളെയൊന്നും കാണാനുമില്ല. അവൻ അവിടെ വീണു പോയിട്ടുണ്ടാകാം.
വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ ശക്തമായ തിരമാലകൾ അവന്റെ ശ്വാസകോശത്തിലേക്ക് അടിച്ചു കയറുകയും ശ്വാസകോശത്തിൽ മണൽ തടഞ്ഞ് ശ്വാസം മുട്ടി അവൻ മരണപ്പെട്ടിട്ടുമുണ്ടാകാം. ഇനി ഇതൊരു കൊലപാതകമാണെങ്കിൽ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന 11 പേർ വിചാരിക്കാതെ ഈ കൊല നടക്കുകയില്ല. അതിനായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നുമില്ല. എന്നാൽ അജിത്തിന്റെ അമ്മ ശാരദയും അച്ഛൻ ദിവാകരനും തങ്ങളുടെ മകന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. കാരണം റൂളിംഗ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയായ ശാരദയുടെ രാഷ്ട്രീയ രംഗത്തുള്ള അതിവേഗ വളർച്ച ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചിരുന്നു. സാനിറ്ററി വെയർസിന്റെ സോൾ ഏജന്റായ ദിവാകരന്റെ ബിസിനസ് രംഗത്തുള്ള വളർച്ചയും ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി. ഈ ശത്രുക്കളിൽ ആരോ തന്റെ മകനെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് ശാരദ ഉറച്ചു വിശ്വസിച്ചു. പോലീസ് അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും തൃപ്തി വരാതെ അവർ ഈ കേസ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ശിവശങ്കർ പെരുമാളിനെ ഏൽപ്പിച്ചു. ശിവശങ്കർ പെരുമാളിന് പ്രത്യക്ഷത്തിൽ ഇതൊരു അപകട മരണമായി തോന്നിയെങ്കിലും കൊലപാതകത്തിന്റെ പല വഴികളും അദ്ദേഹത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു. ശാരദയുടെയും ദിവാകരന്റെയും ശത്രുക്കളിലേക്ക് മാത്രമല്ല ശിവശങ്കർ പെരുമാളിന്റെ കണ്ണുകൾ ഉടക്കിയത്. പെരുമാളിന്റെ അന്വേഷണത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അജിത്ത് തന്റെ 9 സുഹൃത്തുക്കളോടും 2 ഡ്രൈവർമാരോടും ശത്രുത ഉണ്ടാക്കി എന്നുള്ളതാണ്. മാത്രവുമല്ല, മീറ്റിന്റെ അവസാന ദിവസം ഇവർ റിസോർട്ടിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ കപ്പിൾ ഉണ്ടായിരുന്നു. ആ യുവതിയോട് അജിത്ത് അപമര്യാദയായി പെരുമാറുകയും യുവാവ് അജിത്തിനെ മർദ്ദിക്കുകയും ചെയ്തു. ഇത് കണ്ട അജിത്തിന്റെ മറ്റു 9 സുഹൃത്തുക്കളും യുവാവിനെ മർദ്ദിക്കുകയും ഒടുവിൽ റിസോർട്ടുകാർ ഇടപെട്ട് അയാളെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ യുവാവ് പോലീസിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ റിസോർട്ടുകാർ അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ തങ്ങൾ റിസോർട്ട് വെക്കേറ്റ് ചെയ്യുകയാണെന്ന് യുവാവ് പറയുകയാണ്. അജിത്തും സംഘവും കോവളം ബീച്ചിലേക്ക് പുറപ്പെടുന്ന അതേ സമയത്ത് തന്നെയാണ് യുവാവും യുവതിയും റിസോർട്ട് വെക്കേറ്റ് ചെയ്തു പോകുന്നത്. ഡിറ്റക്റ്റീവ് ശിവശങ്കർ പെരുമാളിന്റെ മനസ്സിലേക്ക് ഒരു കൂട്ടം ചോദ്യങ്ങൾ കടന്നു വരികയാണ്. നോർത്ത് ഇന്ത്യൻ കപ്പിൾസ് അജിത്തിനെയും സംഘത്തെയും പിന്തുടർന്നു പോവുകയും അജിത്ത് ബീച്ചിൽ ഒറ്റയ്ക്കായ സമയം അവനെ കൊലപ്പെടുത്തിയതായിരിക്കുമോ? ഒരുപക്ഷെ അവന്റെ സുഹൃത്തുക്കളായ 11 പേരിൽ ഒരാളായിരിക്കുമോ അവന്റെ കൊലപാതകി? അല്ലെങ്കിൽ ആ 11 പേരും ചേർന്നായിരിക്കുമോ അവനെ കൊന്നിട്ടുണ്ടാവുക? ഒരുപക്ഷെ അജിത്ത് ബീച്ചിൽ ഒറ്റയ്ക്കായ സമയം ഒരു അജ്ഞാതൻ അവനെ കൊലപ്പെടുത്തിയതായിരിക്കുമോ? ഈ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം ഡിറ്റക്റ്റീവ് ശിവശങ്കർ പെരുമാൾ കണ്ടെത്തുന്നു. അജിത്തിന്റെ കൊലപാതകവും അന്വേഷണവും കഥ കേൾക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ ബിജി. കേസിന്റെ ആദ്യപടി എന്നോണം ഡിറ്റക്റ്റീവ് ശിവശങ്കർ പെരുമാളും അദ്ദേഹത്തിന്റെ സഹായിയായ അബുവും ചേർന്ന് ഈ കേസ് ആദ്യം അന്വേഷിച്ചിരുന്ന ലോക്കൽ പോലീസിലെ CI ലെനിനെയും തുടർന്ന് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിലെ ശ്രീ ഫ്രാൻസിസ് തിലകനെയും അജിത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഗവൺമെന്റ് സർജൻ ഡോക്ടർ ഹരിഹരൻ പിള്ളയെയും പോയി കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. CCTVയിൽ നിന്ന് ലഭിച്ച നോർത്ത് ഇന്ത്യൻ കപ്പിൾസിന്റെ സിൽവർ കളർ കോളസിന്റെ നമ്പർ ഉപയോഗിച്ച് ശ്രീ പെരുമാൾ അവരെ കോൺടാക്ട് ചെയ്തു. അജിത്ത് കൊല്ലപ്പെട്ടു എന്നും സംശയിക്കുന്നവരുടെ പട്ടികയിൽ ഹിന്ദിക്കാരൻ പയ്യനുണ്ടെന്നും അവൻ അറിഞ്ഞപ്പോൾ അവനാകെ ഞെട്ടിപ്പോയി. അന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്നത് കൂട്ടുകാരന്റെ ഭാര്യയാണെന്നും അജിത്ത് മോശമായി പെരുമാറിയപ്പോൾ അവളാകെ പേടിച്ചു പോയെന്നും അതുകൊണ്ട് തന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നിട്ട് കൂടി അജിത്തിനെ അവിടെ ഉപേക്ഷിച്ച് അന്ന് രാത്രി തന്നെ അവർ പോയി എന്നുമാണ് ആ പയ്യൻ പറഞ്ഞത്. പോകുന്ന വഴിയിൽ രാത്രി ഏകദേശം 1 മണിയായപ്പോൾ ആലുവയിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തെന്നും താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയായി അത് പരിഗണിച്ചൂടെ എന്നും ആ പയ്യൻ പെരുമാളിനോട് അപേക്ഷിക്കുകയാണ്. പെരുമാളിന്റെ അന്വേഷണത്തിൽ ആ ലോഡ്ജിൽ അവർ മുറിയെടുത്ത കാര്യം സത്യമാണെന്നും തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ പട്ടികയിൽ നിന്നും ആ ഹിന്ദിക്കാരൻ പയ്യനെ പെരുമാൾ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അടുത്ത അന്വേഷണം അജിത്ത് ഉൾപ്പെട്ട ആ 12 സംഘത്തിന് നേരെയായിരുന്നു. ഓരോരുത്തരെ പറ്റിയും വ്യക്തിപരമായി തന്നെ ശ്രീ പെരുമാൾ അന്വേഷണം നടത്തി. അജിത്തും പ്രസാദും നന്ദകുമാറും പോൾ സാമുവലും കോട്ടയത്ത് നിന്നായിരുന്നു എത്തിയിരുന്നത്. രാജീവ് എറണാകുളത്ത് നിന്നാണെങ്കിൽ ദിനേശ് കൊട്ടാരക്കരയിൽ നിന്നായിരുന്നു. മുനീർ സുൽത്താൻ ബത്തേരിയിൽ നിന്നും റൌഫ് കോഴിക്കോട് നിന്നുമായിരുന്നു വന്നത്. ഡെസ്കാട്ട് പന്തളം സ്വദേശിയായിരുന്നു. ഡ്രൈവറായ വിനായകൻ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ഉദയഭാനു ചേട്ടൻ കൊല്ലംകാരനായിരുന്നു.
ശാരദയുടെയും ദിവാകരന്റെയും തിരക്കുകൾ കാരണം അജിത്തിനെ ചെറുപ്പം തൊട്ട് ശ്രദ്ധിക്കാനോ പരിപാലിക്കാനോ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒറ്റക്കുട്ടിയായ അവൻ ഒരു അറഗന്റ് സ്വഭാവത്തോടു കൂടിയാണ് വളർന്നു വന്നത്. അവന് അച്ഛനമ്മമാരെ ഇഷ്ടമില്ലായിരുന്നു എന്ന് മാത്രമല്ല, അവരെ വകവയ്ക്കുക കൂടിയില്ലായിരുന്നു. ദിവാകരന്റെ കുടുംബത്തെ പറ്റി ഡിറ്റക്റ്റീവ് പെരുമാൾ നാട്ടുകാരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ദിവാകരന്റെ അച്ഛൻ ഭാസ്കരപിള്ള വർഷങ്ങൾക്ക് മുമ്പ് ട്രാവൻകൂർ സെൻട്രൽ ബാങ്ക് എന്ന പേരിൽ ഒരു ബാങ്ക് തുടങ്ങുകയും അന്നത്തെ കാലത്ത് നാട്ടുകാരിൽ നിന്നും ലക്ഷങ്ങളുടെ ഇടപാട് സ്വന്തമാക്കുകയും ചെയ്തു എന്നാണ്. കുറച്ചു കഴിഞ്ഞ് ഈ പണമെല്ലാം മറ്റൊരു പേരിലേക്ക് മാറ്റിയിട്ട് ഇയാൾ ബാങ്കും പൊട്ടിച്ച് പാപ്പരായി. പിന്നീട് പൂഴ്ത്തിവെച്ച ഈ പണം എടുക്കുന്നത് ദിവാകരന്റെയും ശാരദയുടെയും വിവാഹം കഴിഞ്ഞ് അജിത്ത് ഉണ്ടായതിനു ശേഷമാണ്. ദിവാകരന്റെ ബിസിനസ്സിൽ നിന്നും കിട്ടിയ ലാഭമാണ് ഈ പണമെന്നാണ് അന്ന് ബാങ്കർ ഭാസ്കരപിള്ള പറഞ്ഞത്. ശാരദയുടെ രാഷ്ട്രീയ പ്രവേശനവും ദിവാകരന്റെ ബിസിനസ് വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന ഒരു അപശ്രുതി ആ നാട്ടിൽ പടർന്നിരുന്നു. ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വഴിവിട്ട ബന്ധത്തിനും ശാരദ തയ്യാറായിരുന്നു എന്നും ആൾക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ അജിത്തിന് ശാരദയെ തീരെ ഇഷ്ടമില്ലായിരുന്നു. ഡ്രൈവർമാർ ഉൾപ്പെടെ മറ്റു 11 പേരെ പറ്റിയും ശ്രീ പെരുമാളും അബുവും ഒരു അന്വേഷണം നടത്തുകയും പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അവരെ പറ്റിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ പെരുമാൾ ആ 11 പേരെയും വിസ്പറിംഗ് വേവ്സിലേക്ക് വിളിക്കുകയും അന്ന് അവർ താമസിച്ചിരുന്ന അതേ കോട്ടേജുകൾ അവർക്ക് താമസിക്കാനായി തരപ്പെടുത്തുകയും ചെയ്തു. പെരുമാളിന്റെ കോട്ടേജിൽ ആ 11 പേരെ കൂടാതെ റൂം ബോയ്കളായ സുരേഷും ഗോവിന്ദനും ഉണ്ടായിരുന്നു. കൂടാതെ പെരുമാളും അബുവും. മീറ്റിന് പങ്കെടുക്കാൻ റിസോർട്ടിൽ വന്നത് മുതലുള്ള കാര്യങ്ങൾ കഴിയുന്നതും ഓർത്തു പറയാൻ പെരുമാൾ അവരോട് ആവശ്യപ്പെട്ടു. നന്ദകുമാറാണ് കഥയ്ക്ക് തുടക്കം കുറിച്ചത്. താനാണ് ആദ്യം റിസോർട്ടിൽ എത്തിയതെന്നും റിസപ്ഷനിൽ പോയി 7-ാം നമ്പർ കോട്ടേജിന്റെ താക്കോൽ മേടിച്ച് അവിടെ എത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അജിത്ത് എത്തിയെന്നും നന്ദു പറഞ്ഞു. എത്തുമ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്ന അജിത്തിന് സംഘാടകർ ഫ്രീ ആയി അവിടെ മദ്യം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. അവർ രണ്ടുപേരും ചേർന്ന് മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിക്കുന്നതിനിടയിൽ ഇവർ പരസ്പരം പരിചയപ്പെട്ടു. എവർ ലൈഫ് ഇൻഷുറൻസിന്റെ സോണൽ മാനേജറാണ് താനെന്നും കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് വീടെന്നും അജിത്ത് നന്ദുവിനോട് പറയുന്നു. നന്ദുവും കോട്ടയംകാരനാണെന്നറിഞ്ഞപ്പോൾ അജിത്തിന് വളരെ സന്തോഷമായി. കൂടാതെ അജിത്ത് നന്ദുവിനോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, താൻ ബാങ്കർ ഭാസ്കരപിള്ളയുടെ കൊച്ചുമോനാണെന്നുള്ള കാര്യം. അപ്പോൾ തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള മുനീർ അവിടെ എത്തി. ബാക്കി കഥ മുനീറിനോട് പറയാൻ നന്ദു ആവശ്യപ്പെടുകയാണ്. എന്നാൽ മുനീർ കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഡിറ്റക്റ്റീവ് ശിവശങ്കർ പെരുമാൾ ഇടപെടുകയാണ്. അദ്ദേഹം നന്ദുവിനോട് ബാങ്കർ ഭാസ്കരപിള്ള എന്ന പേര് കേട്ടപ്പോൾ നന്ദുവിന് എന്താണ് തോന്നിയതെന്ന് അന്വേഷിച്ചു. വിസ്മയം നിറഞ്ഞ കണ്ണുകളുമായി നന്ദു അദ്ദേഹത്തെ നോക്കി. പെരുമാൾ തുടർന്നു, നാട്ടിലെ അത്യാവശ്യം സമ്പന്ന കുടുംബങ്ങളിൽ ഒന്നായിരുന്നു നന്ദകുമാറിന്റെ അച്ഛൻ വിശ്വംഭരന്റേത്. വിശ്വംഭരൻ തന്റെ സമ്പാദ്യം മുഴുവൻ ബാങ്കർ ഭാസ്കരപിള്ളയുടെ ട്രാവൻകൂർ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. എന്നാൽ ട്രാവൻകൂർ സെൻട്രൽ ബാങ്ക് പൊളിഞ്ഞു. ബാങ്കർ ഭാസ്കരപിള്ള കോടതിയിൽ പാപ്പർ ഹർജി കൊടുക്കുകയും കോടതി അയാളെ പാപ്പരായി അംഗീകരിക്കുകയും ചെയ്തു. അതോടെ വിശ്വംഭരന്റെ കുടുംബം മുടിഞ്ഞു. ഒരു പ്രമാണിയായി തൊഴിലൊന്നും ചെയ്യാതെ പലിശ വാങ്ങി ജീവിച്ചു പോന്നിരുന്ന വിശ്വംഭരന് കുടുംബം പോറ്റാൻ തൊഴിലെടുക്കാതെ വയ്യെന്നായി. അങ്ങനെ കാസിൽ എന്ന കമ്പനിയിൽ അയാൾ തൊഴിലാളിയായി. പക്ഷേ ദുരന്തം അവസാനിച്ചില്ല. കാസിൽ ലോക്കൌട്ട് ചെയ്യപ്പെടുകയും വിശ്വംഭരന്റെ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. കുഞ്ഞുനാൾ മുതൽ നന്ദകുമാർ വളർന്നു വന്നത് പഴയ പ്രതാപത്തെയും തങ്ങളെ വഞ്ചിച്ച 4-ാം കോടിയിൽ കുടുംബക്കാരെ കുറിച്ചും ബാങ്കർ ഭാസ്കരപിള്ള എന്ന നീചനും കുടിലനുമായ ചതിയനെ കുറിച്ചുമുള്ള കഥകൾ കേട്ടുകൊണ്ടാണ്. ബാങ്കർ ഭാസ്കരപിള്ളയുടെ മകൾ ശാരദയ്ക്കും കുടുംബത്തിനും ഉണ്ടായ വളർച്ചയും അവൻ അമ്മയുടെ നാവിൽ നിന്ന് കേട്ടിരുന്നു. എന്നും അവന്റെ അമ്മ 4-ാം കോടിയിലെ ഓരോ കുടുംബാംഗത്തെയും പേരെടുത്ത് പറഞ്ഞ് പ്രാഗിയിരുന്നു. മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ ബാങ്കർ ഭാസ്കരപിള്ളയുടെ കൊച്ചുമകനാണെന്ന് പറഞ്ഞപ്പോൾ നന്ദുവിന് അജിത്തിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായില്ലേ എന്ന് പെരുമാൾ നന്ദുവിനോട് ചോദിക്കുകയാണ്. അജിത്തിനോട് കലശലായ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യം തനിക്കില്ല എന്ന് നന്ദു പെരുമാളിനോട് പറഞ്ഞു. എന്നാൽ പെരുമാളിന്റെ സംശയപ്പെട്ടുകയിൽ നന്ദുവിന് ഒരു പ്രത്യേക ഇടം തന്നെ ഉണ്ടായി. തുടർന്ന് ഓരോരുത്തരായി എത്താൻ തുടങ്ങി. പോൾ സാമുവൽ എത്തിയപ്പോൾ തന്നെ അജിത്തിന്റെ സ്വഭാവം പോളിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമായിരുന്നു അജിത്തിന്റേത്. ഡെസ്കാട്ടും റൌഫും പ്രസാദുമാണ് അവസാനം എത്തിയവർ. അവർ എത്തിയപ്പോൾ തന്നെ അജിത്ത് എവർ ലൈഫ് ഇൻഷുറൻസിന്റെ സോണൽ മാനേജറാണ് താനെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്.
ഡെസ്കാട്ടും റൌഫും ആ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തു. എന്നാൽ പ്രസാദ് യാത്രാക്ഷീണമാണെന്ന് പറഞ്ഞ് 8-ാം നമ്പർ കോട്ടേജിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ പെരുമാൾ അപ്പോൾ ഇടപെടുകയാണ്. പെരുമാൾ പ്രസാദിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. പ്രസാദ്, നിങ്ങൾ ആ സമയം കോട്ടേജിലേക്ക് പോയെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ കിടക്കുകയായിരുന്നില്ലേ? ആ കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയാം. പെരുമാൾ തുടർന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് എവർ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ സോണൽ മാനേജർ തസ്തികയിലേക്ക് പ്രസാദ് അപേക്ഷ അയക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ അവന് പാസ്സാവുകയും അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരെ കിട്ടുകയും ചെയ്തു. ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയ സമയത്ത് അവന് വളരെ സന്തോഷമായിരുന്നു. കാരണം തന്റെ കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഈ ജോലിയിലൂടെ മറികടക്കാൻ കഴിയുമെന്ന് അവൻ ഉറച്ച വിശ്വാസമായിരുന്നു. അവൻ ഉണ്ടായിരുന്ന ജോലി കൂടെ രാജിവെച്ചു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവന്റെ ജോലി ക്യാൻസലായെന്നും ആ തസ്തികയിലേക്ക് വേറൊരാൾ ജോയിൻ ചെയ്തു എന്നും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. കമ്പനിയിൽ അന്വേഷിച്ച പ്രസാദിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അജിത്തും ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്റർവ്യൂ ടൈമിന് അവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അമ്മ ശാരദയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവൻ പുതിയൊരു സമയം ഉണ്ടാക്കി ഇന്റർവ്യൂവിന് പങ്കെടുക്കുകയും അജിത്തിന്റെ സ്മാർട്ട്നെസ് കമ്പനിക്ക് ഇഷ്ടപ്പെട്ട് അവനെ സോണൽ മാനേജർ തസ്തികയിലേക്ക് നിയമിക്കുകയുമായിരുന്നു. തനിക്ക് കിട്ടേണ്ടിയിരുന്ന ജോലിയാണ് സ്വാധീനം ഉപയോഗിച്ച് അജിത്ത് തട്ടിയെടുക്കുന്നത്. ഇതറിയാമായിരുന്നിട്ടും പ്രസാദിന് അജിത്തിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല. ഒടുവിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ നാടുവിടുകയാണ് ഉണ്ടായത്. പിന്നീട് മറ്റൊരു ജോലി കിട്ടുകയും നാട്ടിലെത്തി പുതിയൊരു ജീവിതം തുടങ്ങുകയും ചെയ്തു. ഈ കഥ പെരുമാൾ പറയുമ്പോൾ പ്രസാദ് വേവലാതിയോടെ പെരുമാളിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രസാദിനും കിട്ടി സംശയ പട്ടികയിൽ ഒരിടം. ബാക്കി കഥ തുടർന്നത് ഡെസ്കാട്ടാണ്. മദ്യപിച്ച് മത്തുപിടിച്ച അജിത്ത് തനിക്ക് പ്രോസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമുണ്ടെന്നും ഡ്രൈവർമാരോട് പോയി കൊണ്ടുവരാനും പറയുന്നു. താൻ കൊല്ലംകാരനാണെന്നും തനിക്ക് ആരെ അറിയില്ല എന്നും പറഞ്ഞ് ഉദയഭാനു ഒഴിവാവുകയാണ്. ഡ്രൈവർ പണിക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്നും മറ്റേ പണിക്ക് അല്ല എന്നും പറഞ്ഞ് വിനായകൻ അജിത്തിനോട് ചൂടായി. ഈ സമയം അജിത്തും വിനായകനും തമ്മിൽ ഒരു വഴക്ക് തന്നെ ഉണ്ടായി. അപ്പോൾ മറ്റുള്ളവരെ ഇടപെടുകയും ആ വഴക്ക് സോൾവ് ചെയ്യുകയും എല്ലാവരും അവരവരുടെ കോട്ടേജുകളിൽ പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം വൈകുന്നേരം മീറ്റ് കഴിഞ്ഞെത്തിയപ്പോൾ ദിനേശ് റിസപ്ഷനിൽ ചെന്ന് തങ്ങൾക്ക് 10 പേർക്കും പെൺവിഷയത്തിൽ താല്പര്യമുണ്ടെന്നും ഏർപ്പാടാക്കി തരണമെന്നും ആവശ്യപ്പെടുകയാണ്. അവർ ഏർപ്പാടാക്കുകയും ചെയ്തു. അതനുസരിച്ച് അജിത്ത് വിനായകനെ വിളിക്കുകയും പെൺകുട്ടികളെ കൂട്ടിയിട്ട് വരാൻ പറയുകയും ചെയ്തു. എന്നാൽ വിനായകൻ അതിന് സമ്മതിച്ചില്ല. അജിത്ത് വിനായകനെ അടിക്കാൻ ചെന്നു. ഒടുവിൽ പ്രശ്നം ഗുരുതരമാകുമെന്ന് കണ്ടപ്പോൾ ഉദയഭാനു ചേട്ടൻ ഇടപെടുകയും അയാൾ പോകാമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അജിത്ത് അതിന് സമ്മതിച്ചില്ല. വിനായകൻ തന്നെ പോയാൽ മതിയെന്ന് വാശി പിടിച്ചു. ഒടുവിൽ വേറെ നിവർത്തിയൊന്നുമില്ലാതെ വിനായകൻ സമ്മതിച്ചു. പോകാൻ നേരം അജിത്ത് ഒരു 100 രൂപ വിനായകന് കൊടുത്തിട്ട് കോണ്ടം വാങ്ങാനും പറയുന്നുണ്ട്. വിനായകൻ ഒന്നും മിണ്ടാതെ ആ പൈസ മേടിച്ചു. അവൻ അവിടെ നിന്നും പോയി. മനസ്സ് നന്നായി വിഷമിച്ചാണ് അവൻ അവിടെ നിന്ന് പോയത്. പെൺകുട്ടികളെ കൂട്ടാൻ പോയ വിനായകൻ വരാൻ താമസിച്ചപ്പോൾ അവർ ചീട്ട് കളിക്കാൻ തുടങ്ങി. ചീട്ടു കളിക്കുന്നതിനിടയ്ക്ക് അജിത്ത് കള്ളക്കളി കളിക്കുകയും അജിത്തും മുനീറും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. വിനായകനെ പറഞ്ഞു വിട്ടതിനേക്കാൾ നല്ലത് ചങ്ങനാശ്ശേരിക്ക് പോയാൽ മതിയായിരുന്നെന്നും അവിടെ ശാരദ എന്നു പേരുള്ള ഒരു രാഷ്ട്രീയക്കാരി ഉണ്ടെന്നും രാഷ്ട്രീയക്കാരുടെ പൊതുസ്വത്തായ അവരെ കൂട്ടിക്കൊണ്ടു വന്നാൽ മതിയായിരുന്നു എന്നും പോൾ പറയുന്നു. പോൾ ഇത് പറഞ്ഞതും തെറി വിളിച്ചുകൊണ്ട് അജിത്ത് പോളിന് നേരെ വന്ന് തല്ലി. എന്നിട്ട് അവൻ കുറെ കരഞ്ഞു. അജിത്ത് മരിച്ചതിനു ശേഷമാണ് പോൾ പറഞ്ഞ ശാരദ അവന്റെ അമ്മയായിരുന്നുവെന്ന് പോൾ അടക്കം പലർക്കും മനസ്സിലായത്. അജിത്തായിട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവൻ തന്നെ നേരിട്ട് ഇടപെട്ട് അതൊക്കെ സോൾവ് ചെയ്യുമായിരുന്നു. അന്ന് രാത്രി കുറച്ചു കഴിഞ്ഞപ്പോൾ വിനായകൻ 2 പെൺകുട്ടികളുമായി എത്തുകയും അന്നത്തെ രാത്രി അങ്ങനെ കഴിയുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഉദയഭാനു ചേട്ടന്റെ വണ്ടിയിലേക്ക് ആദ്യം കയറുന്നത് അജിത്താണ്. അജിത്ത് ഉദയഭാനുവിനോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും +2 പഠിക്കുന്ന മകൾ ഉണ്ടെന്ന് അറിയുകയും ചെയ്യുന്നു. മകളുടെ പഠിപ്പിനായി എന്ത് ചെലവ് തന്നെ വന്നാലും അത് അജിത്ത് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉദയഭാനുവിന്റെ ചെവിയിൽ മെല്ലെ ചോദിക്കുകയാണ്, മകൾ ചരക്കാണോ എന്ന്. ഇത് കേട്ട ഉദയഭാനു സാറേ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുന്നു. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമടോ കിളവ എന്നും പറഞ്ഞ് അജിത്ത് ഉദയഭാനുവിന്റെ താടിക്കിട്ടൊരു തട്ടും കൊടുത്തു. അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം കാറിലേക്ക് വന്നു കയറിയത് കൊണ്ട് ആ വഴക്ക് അവിടെ അവസാനിച്ചു. അന്ന് രാത്രി റിസോർട്ടുകാർ ഏർപ്പാടാക്കിയ 2 സ്ത്രീകളും 2 സ്ഥലത്ത് നിന്നായിരുന്നു. വിനായകൻ ഒരു പെൺകുട്ടിയുമായി വന്നതിനു ശേഷമാണ് ഉദയഭാനു ചേട്ടൻ ഒരു മധ്യവയസ്കയും കൊണ്ടെത്തുന്നത്. ആ സ്ത്രീ പെൺകുട്ടിയേക്കാൾ സുന്ദരി ആയതുകൊണ്ട് തന്നെ അജിത്ത് താൻ ആദ്യം എന്നും പറഞ്ഞ് ഇറങ്ങുകയാണ്. എന്നാൽ ഇത്രയും പേരെ ഒരുമിച്ച് കണ്ടപ്പോൾ അവർ വല്ലാതെ ആവുകയും തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പോവാൻ ഒരുങ്ങുകയും ചെയ്തു. എന്നാൽ അജിത്തിന് ദേഷ്യം പിടിച്ചു.
എന്തിനാണോ അവരിവിടെ വന്നത് അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അജിത്ത് അവരോട് പറയുകയാണ്. തന്നെ പോകാൻ അനുവദിക്കണമെന്നും പറഞ്ഞ് ആ സ്ത്രീ അജിത്തിനോട് അപേക്ഷിക്കുന്നുമുണ്ട്. ആ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ഡെസ്കാർഡിന് സഹതാപം തോന്നുകയും അവരെ പറഞ്ഞു വിടാൻ അജിത്തിനോട് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ അജിത്ത് ഡെസ്കാർഡിനോട് ചോദിക്കുന്നത് അവർക്ക് പകരം എന്നാൽ നിന്റെ അമ്മയെ കൊണ്ടുവാടാ എന്നാണ്. ഡെസ്കാർഡിന്റെ അടി കൊണ്ട് അജിത്ത് അപ്പോ തന്നെ താഴെ വീണു. അജിത്ത് ഡെസ്കാർഡിനോട് പറഞ്ഞത് മോശമായി പോയെന്നും ഒരു മോനും സഹിക്കാൻ പറ്റാത്തതാണെന്നും പറഞ്ഞ് റൌഫ് അജിത്തിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഈ സമയം അജിത്ത് റൌഫിനോട് പറഞ്ഞു, എന്നാൽ ഡെസ്കാർഡിന്റെ അമ്മ വേണ്ട, നിന്റെ അമ്മയെ കൊണ്ടുവാന്ന്. ഡെസ്കാർഡിന്റെ അടുത്ത് നിന്ന് കിട്ടിയതിനേക്കാൾ നല്ലൊരു പ്രഹരം അജിത്തിന് റൌഫിൽ നിന്നും കിട്ടുന്നു. അടികൊണ്ട് വീണ അജിത്ത് എണീറ്റ് പുറത്തേക്കോടി ആ സ്ത്രീയുടെ പുറകെ ചെല്ലുകയാണ്. എന്നിട്ട് താൻ മാത്രമേ ഉള്ളൂ, മറ്റാരും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർ സമ്മതിച്ചില്ല. ഇതിൽ ദേഷ്യം വന്ന അജിത്ത് അവരെ പിടിച്ചു വെച്ച് അവരുടെ മുഖമടച്ചൊന്ന് കൊടുക്കുകയും അവരുടെ ബ്ലൗസ് വലിച്ചു കീറുകയും ചെയ്തു. അപ്പോഴത്തേക്കും എല്ലാവരും ഓടി വന്ന് രാജീവ് ഇടപെട്ട് അവരോട് പോകാൻ ആവശ്യപ്പെട്ടു. കരഞ്ഞുകൊണ്ടു പോകുന്ന സ്ത്രീയെ കണ്ട് സഹിക്കാനാവാതെ ഡ്രൈവർ ഉദയഭാനുവും വിനായകനും റിസോർട്ട് ബാറിൽ പോയി മദ്യപിച്ചു. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിച്ചു. അപ്പോൾ പോളാണ് അവരുടെ അവിടുത്തെ ലാസ്റ്റ് നൈറ്റ് ആഘോഷമാക്കാമെന്നും കോവളത്തേക്ക് പോകാമെന്നും പറയുന്നത്. ആ ആഘോഷ പരിപാടിയിൽ വെച്ചാണ് അജിത്ത് കൊല്ലപ്പെടുന്നത്. അജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റൂം ബോയ്കളായ സുരേഷിനും ഗോവിന്ദനുമെതിരെ സംശയിക്കത്തക്ക തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെരുമാൾ അവരെ പോകാൻ അനുവദിച്ചു. മറ്റു 11 പേർക്കും ചെറുതോ വലുതോ ആയ എന്തെങ്കിലും ഒരു കാരണം അജിത്തിനെ കൊല്ലാൻ മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 11 പേരെയും പെരുമാൾ സംശയ പട്ടികയിൽ വെച്ചു. കൂട്ടത്തിൽ നന്ദകുമാറിനും പ്രസാദിനും ഒഴികെ മറ്റെല്ലാവർക്കും അജിത്തിനോട് ക്ഷണികവും നിസ്സാരവുമായ പകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പല കൊലപാതകങ്ങളുടെയും മൂലകാരണം വളരെ ചെറുതായിരുന്നു എന്നത് പെരുമാളിന്റെ തന്നെ പല കേസുകളിലും തെളിഞ്ഞിട്ടുമുണ്ട്. അവർ 11 പേർക്കും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പെരുമാളിന് സാധിച്ചില്ല. കൊലപാതകി ആരാണെന്ന് പറയാൻ ഇനി ഒരാൾക്ക് മാത്രമേ കഴിയൂ, അത് അജിത്തിനാണ്. അതിനുള്ള ഒരേ ഒരു വഴി അജിത്ത് കൊല്ലപ്പെട്ട രാത്രിയിലെ സംഭവങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി അവർ തയ്യാറെടുത്തു. സംഭവം നടന്ന ദിവസം രാത്രി അവർ എങ്ങനെയാണോ യാത്ര ചെയ്തിരുന്നത്, ഇന്നും അവർ അങ്ങനെ തന്നെ യാത്ര ചെയ്തു. അജിത്തിന് പകരം ആ സീറ്റിൽ ഉണ്ടായിരുന്നത് പെരുമാളായിരുന്നു. ബീച്ചിൽ എത്തിയ ശേഷം ഡ്രൈവർമാരടക്കം എല്ലാവരും മദ്യപിച്ചതും ഉദയഭാനുവിന്റെ വണ്ടിയിൽ അജിത്തും സംഘവും പോയതും വണ്ടി ചെളിയിൽ പൂണ്ടതുമടക്കം എല്ലാം ഒരു വ്യത്യാസവും കൂടാതെ തന്നെ അവർ അഭിനയിച്ചു. അന്ന് വിനായകന്റെ നേതൃത്വത്തിലായിരുന്നു വണ്ടി ഉയർത്തൽ നടന്നത്. ഇന്നും അങ്ങനെ തന്നെ ചെയ്തു. വണ്ടിയുടെ വലത്തെ മുൻചക്രമാണ് ചളിയിൽ പൂണ്ടത്. അതുകൊണ്ട് തന്നെ വലതുഭാഗത്ത് 5 പേരും ഇടതുഭാഗത്ത് 3 പേരും ഡ്രൈവിംഗ് സീറ്റിൽ ഉദയഭാനുവും വണ്ടിയുടെ പിറകിൽ ഒരാളുമാണ് നിന്നിരുന്നത്. വിനായകന്റെ നിർദ്ദേശപ്രകാരം ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ ഇവർ 3 പ്രാവശ്യം പൊസിഷൻ മാറി. അവസാന പൊസിഷൻ മാറലിൽ ഇടതുഭാഗത്ത് പിന്നിൽ നന്ദുവും നടുവിൽ അജിത്തും മുന്നിൽ വിനായകനും ഡ്രൈവിംഗ് സീറ്റിൽ ഉദയഭാനുവും വണ്ടിയുടെ പുറകിൽ പ്രസാദും മറ്റ് 5 പേരും വലതുഭാഗത്തും അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഈ പൊസിഷനിലാണ് അജിത്തിനെ എല്ലാവരും ജീവനോടെ അവസാനമായി കാണുന്നത്. തങ്ങളുടെ പണിക്ക് ആക്കം കൂട്ടാൻ വേണ്ടി അന്ന് വിനായകൻ ആർപ്പ് വിളിച്ചിരുന്നു. ഇന്നും വിനായകൻ ആർപ്പ് വിളിക്കുകയും മറ്റുള്ളവരെ ഏറ്റുവിളിക്കുകയും ചെയ്തു. ഈ സമയം അജിത്തായി നടുവിൽ നിന്നിരുന്ന പെരുമാൾ പിന്നിലുള്ള നന്ദുവിന്റെ കഴുത്തിൽ പിടിച്ചു മുറുക്കുകയാണ്. അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. പെട്ടെന്ന് പെരുമാൾ പിടിവിട്ടപ്പോൾ നന്ദു കമഴ്ന്ന് നിലത്തേക്ക് വീഴുകയും ശ്വാസം ആർത്തിയോടെ വലിച്ചെടുത്ത് വണ്ടിയിൽ പിടിച്ച് എഴുന്നേൽക്കുകയുമാണ്. കടലിന്റെ ഒച്ച കൊണ്ടും ആർപ്പുവിളിയുടെ ഒച്ച കൊണ്ടും നന്ദുവിന്റെ ശബ്ദങ്ങളൊന്നും ആരും കേട്ടതുമില്ല. സംഭവ ദിവസം ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് അജിത്ത് തളർന്ന അവശനായി വണ്ടിയിൽ കയറിയിരിക്കുന്നതും പിന്നീട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് അജിത്ത് മരണപ്പെട്ടു എന്ന് പറയുന്നതും. പിന്നീട് എല്ലാവരും ചേർന്ന് വണ്ടി ഉയർത്തി റിസോർട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ പെരുമാൾ എല്ലാവരെയും വ്യക്തിപരമായി കണ്ട് അന്ന് നടന്ന സംഭവത്തിൽ എന്തെങ്കിലും പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തു പറയാൻ ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം എല്ലാവരെയും പെരുമാളിന്റെ ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിച്ചു. പെരുമാൾ ആരംഭിച്ചു. 12 പേർ ചേർന്ന് ഒരു യാത്ര പോയി. അതിലൊരാൾ അവിചാരിതമായി മരണപ്പെടുന്നു. അതൊരു കൊലപാതകമാണെന്നും തെളിഞ്ഞു. അവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ഒരാളോ അല്ലെങ്കിൽ 2 പേരോ ചേർന്നാണ് അജിത്തിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്.
ആ കൊലപാതകം എങ്ങനെ ആയിരിക്കാം നടന്നിട്ടുണ്ടാകുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം അജിത്തായി പെരുമാൾ കോവളം ബീച്ചിലേക്ക് പോയത്. അജിത്തിനെ കൊല്ലാനുള്ള ചെറുതും വലുതുമായ കാരണങ്ങൾ 11 പേർക്കും ഉണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവർ അജിത്തിനെ അവസാനമായി ജീവനോടെ കണ്ട പൊസിഷനിൽ അജിത്തിനെ കൊല്ലാൻ 3 പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വണ്ടിയുടെ ഇടതുവശത്ത് നടുവിൽ അജിത്തും മുന്നിൽ വിനായകനും പിന്നിൽ നന്ദുവും വണ്ടിയുടെ പുറകിൽ പ്രസാദുമാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് അജിത്തിനോട് കലശലായ ദേഷ്യം ഉണ്ടായിരുന്ന നന്ദുവും പ്രസാദും ചേർന്ന് ഒരവസരം കിട്ടിയപ്പോൾ അവനെ കൊലപ്പെടുത്തിയതായിരിക്കാം. എന്നാൽ വണ്ടിയുടെ പുറകിൽ നിന്നും പ്രസാദ് മാറിയിട്ടേ ഇല്ല എന്ന് അവൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നന്ദുവും പ്രസാദും ചേർന്ന് അജിത്തിനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അജിത്തിന്റെ തൊട്ടു പുറകിലുണ്ടായിരുന്ന നന്ദു കാണാതെ വണ്ടിയുടെ പുറകിൽ നിന്നും പ്രസാദിന് വന്ന് അജിത്തിനെ കൊല്ലാനും കഴിയില്ല. രണ്ടാമത്തേത് നാലാംകോടി കുടുംബത്തോടുള്ള പക വർഷങ്ങളായി നന്ദുവിന്റെ മനസ്സിലുണ്ട്. ആ പക തീർക്കാൻ തങ്ങളുടെ കുടുംബത്തിനെ കഷ്ടപ്പാടിലാക്കിയ ഭാസ്കര പിള്ളയുടെ കൊച്ചുമകനെ മുന്നിൽ കിട്ടിയപ്പോൾ അവൻ ഉപയോഗിച്ചിട്ടുണ്ടാകും. മുന്നിലുള്ള വിനായകനോ ഡ്രൈവിംഗ് സീറ്റിലുള്ള ഉദയഭാനുവോ തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ നന്ദു അജിത്തിനെ കൊല്ലുന്നത് കാണുകയുള്ളൂ. ഇല്ലെങ്കിൽ നന്ദുവിന് അജിത്തിനെ നിഷ്പ്രയാസം കൊല്ലാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അജിത്ത് എന്ന പെരുമാൾ നന്ദുവിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായത്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്നത് പിറ്റേ ദിവസം പെരുമാൾ പറയുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ അറിയുന്നത്. മൂന്നാമത്തെ ചാൻസ് വിനായകനാണ്. എന്നാൽ പിന്നിലേക്ക് തിരിഞ്ഞ് വിനായകൻ അജിത്തിനെ കൊല്ലാൻ ശ്രമിച്ചാൽ തീർച്ചയായും അജിത്തിന്റെ പിന്നിലുള്ള നന്ദകുമാർ അത് കാണുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സംഭവം നന്ദു കണ്ടിട്ടില്ല. ഇനി വിനായകൻ അജിത്തിനെ കൊല്ലണമായിരുന്നെങ്കിൽ കുറച്ചു സമയമെങ്കിലും നന്ദു അവിടുന്ന് മാറണമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ മാറിയിട്ടുണ്ടെന്ന് റീക്രിയേഷൻ ഡേയിൽ അവൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ ആരായിരിക്കും അജിത്തിന്റെ കൊലപാതകി? അവസാനം എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അജിത്തിനെ കൊല്ലാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിൽ എത്തുകയാണ് പെരുമാൾ. അത് മറ്റാർക്കുമല്ല, വിനായകനാണ്. വിനായകനു മാത്രം. അജിത്തിനെ കൊല്ലണമെന്നുള്ള വിചാരം വിനായകന്റെ മനസ്സിലില്ലായിരുന്നു. എന്നാൽ അജിത്തും സംഘവും ബീച്ചിന്റെ അങ്ങേ തലയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ വിനായകന്റെ മനസ്സിൽ അജിത്തിനോടുള്ള പക ഉണർന്നു. തന്നെ പലവട്ടം അപമാനിച്ചിട്ടുള്ള അജിത്തിനെ കൊല്ലണമെന്ന് അവൻ ഉറപ്പിച്ചു. അവനൊരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറായി. വിനായകൻ ആദ്യം ഉദയഭാനുവിന് തെറ്റായ വഴിയും പിന്നീട് തനിക്ക് ഓർമ്മപ്പിശക് പറ്റിയതാണെന്നും പറഞ്ഞ് ശരിയായ വഴിയും പറഞ്ഞു കൊടുക്കുന്നത് മദ്യപിച്ചിരുന്ന ഉദയഭാനുവിന് അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിൽ വിനായകൻ വിജയിക്കുകയും വണ്ടി ചെളിയിൽ പൂണ്ടുപോവുകയും ചെയ്തു. വിനായകന്റെ നേതൃത്വത്തിൽ വണ്ടി ഉയർത്തിക്കൊണ്ടിരുന്നപ്പോൾ അജിത്തിനെ വിനായകന്റെ അടുത്ത് കിട്ടുന്നത് വരെ അവൻ പൊസിഷൻ മാറ്റിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഇടതുവശത്ത് വിനായകനും അജിത്തും നന്ദുവും മാത്രമായി. എന്നാൽ നന്ദു ആദ്യം പോയി പിൻചക്രത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. അതോടെ വിനായകൻ അജിത്തിനെ കൊല്ലാനുള്ള ആ ചാൻസ് നഷ്ടമാവുകയാണ്. ഇനി വിനായകൻ അജിത്തിനെ കൊല്ലണമെങ്കിൽ നന്ദുവിനെ കുറച്ചു സമയത്തേക്കെങ്കിലും അവിടെ നിന്ന് മാറ്റണമായിരുന്നു. നന്ദുവിനെ ഒഴിവാക്കാൻ വിനായകൻ ഒരു വഴി കണ്ടുപിടിച്ചു. വിനായകന്റെ വണ്ടിയുടെ ജാക്കി അവന്റെ കാറിന്റെ ചുവട്ടിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ വിനായകൻ നന്ദുവിനോട് തന്റെ വണ്ടിയിൽ നിന്നും ആ ജാക്കി ഒന്ന് എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുകയാണ്. നന്ദു വിനായകന്റെ വണ്ടിയുടെ അടുത്ത് പോവുകയും സ്വാഭാവികമായിട്ടും ജാക്കി അവിടെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ 5-6 മിനിറ്റ് അത് തിരഞ്ഞ് തിരിച്ചു വന്നിട്ട് വിനായകനോട് അതവിടെ ഇല്ല എന്ന് പറയുകയാണ്. സാരമില്ല എന്ന് പറഞ്ഞ് വിനായകൻ അത് ഒഴിവാക്കി. നന്ദു ഈ കാര്യം ഓർക്കുന്നത് രാവിലെ പെരുമാൾ എല്ലാവരെയും വ്യക്തിപരമായി കണ്ടപ്പോഴാണ്. സംഭവം നടന്ന ദിവസം അജിത്ത് തളർന്ന അവശനായി വണ്ടിയിലേക്ക് കയറുന്നത് നന്ദു കണ്ടോ എന്ന് പെരുമാൾ ചോദിക്കുമ്പോഴാണ് താൻ കണ്ടിട്ടില്ലെന്നും ആ സമയത്ത് താൻ വിനായകന്റെ വണ്ടിയിലേക്ക് ജാക്കി എടുക്കാൻ പോയതാണെന്നും നന്ദു ഓർമ്മിക്കുന്നത്. മാത്രവുമല്ല, വിനായകനോട് പെരുമാൾ തനിച്ചു സംസാരിക്കുന്ന സമയത്ത് സംഭവ ദിവസം വിനായകൻ എങ്ങോട്ടെങ്കിലും മാറിയോ എന്ന് ചോദിച്ചപ്പോൾ വിനായകൻ പറയുന്നത് ആ സമയം തന്റെ വണ്ടിയിലെ ജാക്കി എടുക്കാൻ 5-6 മിനിറ്റ് താൻ മാറി എന്നാണ്. റീക്രിയേഷൻ ഡേയിൽ എത്ര ശ്രമിച്ചിട്ടും ജാക്കി എടുക്കാൻ പോയ കാര്യം നന്ദു പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം അവൻ ഓർത്ത് പറയാൻ പോകുന്നില്ല എന്ന് വിനായകൻ വിചാരിച്ചു. മാത്രവുമല്ല, നന്ദുവിന് അജിത്തിനോട് കലശലായ ദേഷ്യവും പകയുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും നന്ദുവാണ് അജിത്തിനെ കൊന്നതെന്ന് കരുതുമെന്ന് വിനായകൻ ഉറച്ചു വിശ്വസിച്ചു. നന്ദുവിന്റെയും വിനായകന്റെയും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്
പെരുമാൾ അജിത്തിന്റെ കൊലപാതകി വിനായകനാണെന്ന് ഉറപ്പിക്കുന്നത്. നന്ദു ജാക്കി എടുക്കാൻ പോയ സമയത്ത് വിനായകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളിക്കുരിശുമാല കൊണ്ട് അജിത്തിന്റെ കഴുത്ത് വലിച്ചു മുറുക്കുകയാണ്. അജിത്ത് കുതറുകയും ഞരങ്ങുകയും ഒക്കെ ചെയ്തു. എന്നാൽ തിരമാലയുടെയും ആർപ്പുവിളിയുടെയും ശബ്ദം കൊണ്ട് അജിത്തിന്റെ ഞരക്കം ആരും കേട്ടില്ല. പിന്നീട് വലിയൊരു തിരമാല ഉയർന്നു വന്നപ്പോൾ അജിത്തിനെ വിനായകൻ മണൽപ്പരപ്പിലേക്ക് തള്ളിയിട്ടു. ശ്വാസം വലിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ മണലും ചെളിയും അജിത്തിന്റെ ശ്വാസകോശത്തിലേക്ക് അടിഞ്ഞു. അങ്ങനെ ശ്വാസം മുട്ടി അജിത്ത് മരണപ്പെട്ടു. പിന്നീട് വിനായകൻ കാറിന്റെ രണ്ടാമത്തെ ഡോർ തുറന്ന് അജിത്തിന്റെ ഡെഡ് ബോഡി അതിന്റെ ഉള്ളിലേക്ക് തള്ളി വെക്കുകയാണ്. കാറിന്റെ വലതുവശത്ത് നിൽക്കുന്നവർക്ക് അജിത്ത് സ്വയം ഡോർ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നതായും പിന്നീട് കുഴഞ്ഞു വീണ് അവിടെ കിടക്കുന്നതായുമാണ് കാണുന്നത്. ഈ സമയം ജാക്കി എടുക്കാൻ പോയ നന്ദു തിരിച്ചു വരികയും പോൾ വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് രാജീവും വിനായകനും ചേർന്ന് അജിത്തിനെ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവശനായതുകൊണ്ടല്ലേ അജിത്ത് വണ്ടിയിൽ ഇരിക്കുന്നതെന്ന് മുനീർ പറഞ്ഞപ്പോൾ വിനായകനും രാജീവും അജിത്തിനെ വണ്ടിയിൽ തന്നെ വെച്ച് ഡോർ അടച്ചിറങ്ങുകയാണ്. ഈ സമയം വളരെ സൂത്രത്തിൽ വിനായകൻ വണ്ടിയുടെ പിൻചക്രത്തിലേക്ക് പോവുകയാണ്. നന്ദുവിന് സംശയമൊന്നും തോന്നാതെ അവൻ മുൻചക്രത്തിലേക്കും പോയി. ഈ സ്ഥലം മാറ്റം അവർ പറയാനും മറന്നിരുന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിൻചക്രത്തിനടുത്തുള്ള വിനായകൻ മെല്ലെ വണ്ടിയുടെ രണ്ടാമത്തെ ഡോർ തുറന്നു. ഈ സമയം അജിത്ത് താഴെ വീഴുകയാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ ഇത് കാണുന്നത് അജിത്ത് സ്വയം ഡോറ് തുറക്കുന്നതായും അവശത കൊണ്ട് അവൻ താഴെ വീഴുന്നതായുമാണ്. ഈ സമയം നന്ദു പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് വിനായകൻ വണ്ടിക്ക് അനക്കമുണ്ടെന്നും എല്ലാവരും ആഞ്ഞു വലിച്ചോ എന്നും പറയുന്നത്. അതോടെ നന്ദു മുന്നോട്ട് തിരിഞ്ഞു. ആർപ്പ് വിളിച്ചുകൊണ്ട് തന്നെ വിനായകൻ അജിത്തിന്റെ ബോഡി വണ്ടിയുടെ അടിയിലേക്ക് തള്ളിവെച്ചു. വണ്ടി ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ആരും അജിത്തിനെ പറ്റി ഓർത്തില്ല. ആ സമയം അജിത്തിന്റെ ഡെഡ് ബോഡി ഉദയഭാനുവിന്റെ വണ്ടിയിൽ ഉണ്ട് എന്നറിയാമായിരുന്ന വിനായകൻ ഉദയഭാനുവിനോട് പറയുന്നത്, ഇനി ഈ വണ്ടി എടുക്കണ്ട, ഉദയൻ ചേട്ടൻ എന്റെ വണ്ടി എടുത്തോ എന്നാണ്. കാരണം ഉദയഭാനു എങ്ങാനും ഈ വണ്ടി എടുത്ത് മുന്നോട്ട് പോയാൽ വിനായകന്റെ വണ്ടിയിലുള്ളവർ അജിത്തിന്റെ ഡെഡ് ബോഡി കാണും. ഉദയഭാനു വിനായകന്റെ വണ്ടി എടുത്ത് പോയതിനു ശേഷമാണ് വിനായകൻ ഉദയഭാനുവിന്റെ വണ്ടിയുമായി പോകുന്നത്. അപ്പോൾ വിനായകനെ ഓട്ടിച്ചിരുന്ന ഉദയഭാനുവിന്റെ വണ്ടിയിലുള്ളവരെങ്ങാനും തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അജിത്തിന്റെ ഡെഡ് ബോഡി എന്തായാലും കാണുമായിരുന്നു. അവർ തിരിഞ്ഞു നോക്കിയില്ല. ഒരുപക്ഷെ ഉദയഭാനുവിന്റെ വണ്ടി അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അജിത്തിന്റെ മരണവും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ ഉദയഭാനുവിന്റെ വണ്ടി അപകടത്തിൽ പെടുകയും അജിത്ത് മരണപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ദൈവവും പ്രകൃതിയും സാഹചര്യങ്ങളും കാലാവസ്ഥയും എല്ലാം അജിത്തിന്റെ മരണം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അജിത്തിന്റെ കൊലപാതകത്തിന് പ്രകൃതിയും കൂട്ടുനിന്നു. തന്റെ കയ്യിലുള്ള വെള്ളിക്കുരിശുമാല കൊണ്ട് അജിത്തിന്റെ കഴുത്ത് മുറുക്കി വിനായകൻ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് പ്രകൃതി തന്നെ ഒരുക്കി വെച്ച വലിയൊരു തിരമാല അടിച്ചു കയറി വരുന്നത്. ആ തിരമാലയിൽപ്പെട്ട് ചളിയും മണലും ശ്വാസകോശത്തിൽ അടിഞ്ഞതുകൊണ്ടാണ് അജിത്തിന്റെ മരണം സംഭവിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഇതൊരു അപകട മരണമാകാമെന്ന് ആദ്യം കരുതിയത്. പെരുമാൾ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ എത്തുകയും വിനായകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കടമകൾ നിർവഹിച്ച് പ്രശംസകൾ ഏറ്റുവാങ്ങി പെരുമാൾ പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് അബുവിനൊരു സംശയം. വളരെ നിസ്സാരമായ കാര്യമായിരുന്നു വിനായകനും അജിത്തും തമ്മിലുണ്ടായിരുന്നത്. വിനായകന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അജിത്ത് ചെയ്യാൻ നിർബന്ധിച്ചു. പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ വിളിച്ചുകൊണ്ടുവരാനും കോണ്ടം വാങ്ങാനും. ആ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് വിനായകന് അജിത്തിനെ എങ്ങനെ കൊല്ലാനാകും? അപ്പോൾ പെരുമാൾ ഒരു കഥ പറഞ്ഞു. വിനായകന്റെ അമ്മയായ ലീല നാട്ടിൽ അത്യാവശ്യം സമ്പന്ന കുടുംബത്തിൽപ്പെട്ടതായിരുന്നു. ലീല 17 വയസ്സുള്ളപ്പോൾ 30 വയസ്സുള്ള ഒരു യുവാവുമായി പ്രണയത്തിലാവുകയും നാട്ടിൽ നിന്ന് ഒളിച്ചോടി തിരുവനന്തപുരത്തെത്തി കല്യാണം കഴിച്ച് ജീവിക്കുകയും ചെയ്തു. എന്നാൽ 4 മാസം കഴിഞ്ഞപ്പോൾ അയാൾ ലീലയുടെ ആഭരണങ്ങളും എടുത്ത് നാടുവിട്ടു. വിനായകനെ പ്രസവിച്ചു കഴിഞ്ഞ് അവൻ പിച്ച വെച്ച് നടക്കുന്നതുവരെ അവർ പിടിച്ചു നിന്നു. പിന്നീട് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവുകയല്ലാതെ വേറെ നിവർത്തിയൊന്നും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയുടെ കൂടെ കിഴക്കേക്കോട്ടയിലെ ഒരു കടക്കാരനെ കാണുകയും അവസരം കിട്ടിയപ്പോൾ ഒരു കല്ലെടുത്ത് അവൻ അയാളെ തലക്കടിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് നാട്ടുകാരെല്ലാരും കൂടി വിനായകനെ ഒരു ജുവനൈൽ ഹോമിലാക്കി. തന്റെ നരകതുല്യമായ ഈ ജീവിതത്തിലേക്ക് മകനെ വീണ്ടും കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ച് ലീല വിനായകനെ അന്വേഷിച്ചു പോയതുമില്ല.
3-4 വർഷങ്ങൾ കഴിഞ്ഞ് ജുവനൈൽ ഹോമിൽ നിന്നും ഇറങ്ങിയ വിനായകൻ ഒരു സമ്പന്നന്റെ വീട്ടിൽ തോട്ടപ്പണിക്കാരനായി മാറി. ആ ഗൃഹനാഥന് അവനോട് വാത്സല്യം തോന്നുകയും അവന് ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് സ്വന്തം വണ്ടി വാങ്ങാനുള്ള ഒരു ബാങ്ക് ലോണും അയാൾ അവന് ശരിയാക്കി കൊടുത്തു. അങ്ങനെയാണ് വിനായകൻ ഒരു ഡ്രൈവറായി മാറിയത്. തന്റെ വണ്ടി വിളിക്കുന്നവർ വാടക പെണ്ണുങ്ങളെ വിളിക്കാൻ പറഞ്ഞാൽ വിനായകന് പേടിയാകും. കാരണം പോയി വിളിക്കേണ്ടത് തന്റെ അമ്മയെ ആകുമോ എന്ന പേടി. അതുകൊണ്ട് തന്നെയാണ് അജിത്ത് എന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വിനായകൻ പോകാൻ മടിച്ചത്. അന്ന് റിസോർട്ടിലേക്ക് ഉദയഭാനു ചേട്ടന്റെ വണ്ടിയിൽ വന്നിറങ്ങിയ മധ്യവയസ്കയായ സ്ത്രീ മറ്റാരുമായിരുന്നില്ല, വിനായകന്റെ അമ്മ ലീലയായിരുന്നു. ആൾക്കൂട്ടത്തിൽ തന്റെ മകനെ കണ്ടതും അവർക്ക് പരിഭ്രമമായി. അതുകൊണ്ട് തന്നെയാണ് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ പോകാൻ ഒരുങ്ങിയതും. അജിത്ത് തന്റെ അമ്മയെ അത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച് ചീത്ത പറയുകയും അപമാനിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തപ്പോൾ വിനായകന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു അവസരം കിട്ടിയപ്പോൾ വിനായകൻ അജിത്തിനെ കൊലപ്പെടുത്തിയതും. വിനായകൻ ചെയ്ത കൊലപാതകം പൂർണ്ണമായും ശരിയായിരുന്നു. അത് ഒരു പുത്രന്റെ കടമയായിരുന്നു, അമ്മയെ സ്നേഹിക്കുന്ന പുത്രന്റെ കടമ. പെരുമാൾ ഇത് പറയുമ്പോൾ അബുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ശ്രീ അൻവർ അബ്ദുള്ളയുടെ കുറ്റാന്വേഷണ നോവലായ പ്രൈം വിറ്റ്നസിന്റെ കഥാ ആവിഷ്കരണമാണ് അജിത്തിന്റെ കൊലപാതകവും തുടരന്വേഷണവും. ഒരിക്കലും പുസ്തകം വായിച്ച അനുഭവം ഈ കഥാവതരണത്തിലൂടെ കിട്ടിയിട്ടില്ല എന്നറിയാം. എങ്കിലും കഥ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മാതൃഭൂമി ബുക്സിൽ ശ്രീ അൻവർ അബ്ദുള്ളയുടെ പ്രൈം വിറ്റ്നസ് എന്ന പുസ്തകം ലഭ്യമാണ്. എല്ലാവരും വായിക്കുക, അഭിപ്രായങ്ങൾ പറയുക. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.